റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. പിറ്റേന്ന് റസൂലിനൊരു പതിവുണ്ടായിരുന്നത്രേ, രാവിലെ സുബ്ഹിക്ക് നമസ്കാരം കഴിഞ്ഞാൽ മസ്ജിദിൽ നിന്ന് സഹാബത്തിൻ്റെ അടുത്ത് കണ്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങളാരെങ്കിലും നല്ല സ്വപ്നം കണ്ടോ? എന്നിട്ട് റസൂൽ അത് കേട്ടിട്ടത് വ്യാഖ്യാനിക്കും. റസൂലിനും അതിന് ചിലത് മനസ്സിലാക്കാനും കിട്ടാനുള്ള മാതിരി ചോദിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനുള്ള മാതിരി ചോദിക്കും. രണ്ടും ആവാം. നിങ്ങൾ ഇന്നലെ രാത്രി വല്ല സ്വപ്നവും കണ്ടോ? ഒരു ദിവസം സുബ്ഹിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഇന്നലെ രാത്രി രണ്ടാളുകൾ എന്നെ വന്ന് വിളിച്ചുണർത്തി, അവരെന്നെ കൊണ്ടുപോകുമ്പോൾ ആദ്യം ഞാൻ കണ്ട രംഗം, ഒരാളെ നിലത്ത് കിടത്തിയിരിക്കുകയാണ്, അവനെ തലയിട്ടടിച്ചടിക്കുകയാണ്, ഭയങ്കരമായ അടി അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ്റെ തല ചതഞ്ഞരഞ്ഞു പോകുന്നു. പക്ഷേ തലക്ക് പിന്നെയും ജീവൻ കിട്ടുന്നു, തല പൂർവ്വസ്ഥിതിയിലെത്തുന്നു, പിന്നെയും ആ തല അടിച്ച് പരത്തി നശിപ്പിക്കുന്നു, പിന്നെയും ജീവൻ കിട്ടുന്നു. ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ നടക്കുന്നത്? അവരെന്നോട് പറഞ്ഞു, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം. അടുത്ത സ്ഥലത്തെത്തി ഒരാളെ കൊളുത്തിട്ട് വലിക്കുകയാണ്, വായിലൂടെ, അണ്ണാക്കിലൂടെ, പെരടിയിലൂടെ, കഴുത്തിലൂടെ. ഭയാനകമായ രംഗമാണ്, കാണാൻ കഴിയാത്ത പ്രയാസമുള്ള രംഗമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്ത് രംഗമാണ്? അവർ പറഞ്ഞു, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം. കുറച്ചുകൂടി അപ്പുറത്തെത്തിയപ്പോൾ വളരെ കുടുസായ ഒരു തുറവാതിലുള്ള അടിയിലേക്ക് വളരെ വിശാലതയുള്ള ഒരു ഗുഹ പോലെയുള്ള സാധനം, അതിനകത്ത് തുണിയുടുക്കാത്ത നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്നിങ്ങനെ അങ്ങുമിങ്ങും തീയിൽ കിടന്ന് മറിയുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്ത് രംഗമാണ്? അവരെന്നോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം. കുറച്ചുകൂടി അപ്പുറത്തെത്തിയപ്പോൾ ചുവന്ന നിറമുള്ള ഒരു പുഴ കിടക്കുന്നു. പുഴയിലൊരാളിങ്ങനെ കിടന്ന് മുങ്ങിപ്പൊന്തുന്നു. അയാൾ കരക്കണക്കാൻ ശ്രമിക്കുമ്പോൾ അയാളെ കല്ലെടുത്തെറിഞ്ഞ് അയാളെ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കളയുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തൊരവസ്ഥയാണ്? എന്തിൻ്റെ പേരിലാണ് ഇയാളെ പീഡിപ്പിക്കുന്നത്? അവർ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, പോകാം. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു രംഗം കണ്ടു. മനോഹരമായ രൂപമുള്ള ഒരു മനുഷ്യനതാ നിൽക്കുന്നു. ചുറ്റുപാടും വസന്തം വന്ന പോലെ പൂക്കൾ നിൽക്കുകയാണ്. മനോഹരമായ രൂപങ്ങളുള്ള കുട്ടികൾ പരന്നു കിടക്കുകയാണ്. ആ കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരാളങ്ങനെ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ കൂടുതൽ പുഞ്ചിരിച്ചു. ഞാൻ ചോദിച്ചു, അതാരാണ്? അവർ പറഞ്ഞു, പോകാം, ഇവിടെ നിൽക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പിന്നെയും മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു മനോഹരമായ കെട്ടിടം കണ്ടു. മനോഹരമായ സ്വർഗം. അവരെന്നോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇത് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള മാളികയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഒന്ന് ഞാൻ കടന്നോട്ടെ, ഒന്ന് കണ്ടോട്ടെ? അവർ പറഞ്ഞു, ഇല്ല, ഇപ്പോഴില്ല, നിങ്ങൾ ദുനിയാവിൽ കുറച്ചു കാലം കൂടി അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾക്ക് ആയുസ് ബാക്കിയുണ്ട്. ആ